BAMS ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നോ ലൈക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം സിവിൽ സർവീസ് ട്രൈ ചെയ്യണം? ഇത് എന്നിലേക്ക് വന്നൊരാഗ്രഹം. ഇപ്പോൾ എൻട്രൻസിന് പോയതാണെങ്കിലും ആ ടൈമിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് പോയി എന്ന് എനിക്കിപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ തോന്നുന്നില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആക്ച്വലി പ്രിലിംസ് നമുക്ക് മിസ്സാവുന്ന സമയത്ത് ലൈക്ക് നമുക്കറിയാം നമ്മൾ ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഞാൻ ഫെയിലുവറിനെ അത്ര നന്നായിട്ടല്ല ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ ലൈക്ക് ഒരുപാട് ആസ്പിറൻസ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളപ്പോൾ അവർക്കൊരു മെസ്സേജ് പക്ഷെ പെട്ടെന്ന് ഇല്ലാന്നായപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഷാറ്റേഡായി. കാരണം പിന്നെ ഒത്തിരി കാര്യങ്ങളുടെ പുറകെ പോവാതിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷനിലാണെങ്കിൽ എൻ്റെ കണ്ടൻറ്റൊക്കെ മിനിമം ആണ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 2025 UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് ഓൾ ഇന്ത്യ റാങ്ക് 749 നേടിയ കാവ്യയാണ്. സോ കാവ്യ, വെൽക്കം ആൻഡ് കൺഗ്രാറ്റ്സ്. റൈസപ്പ് IAS 8 മാസം മുമ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന ആദ്യത്തെ കുറച്ച് സ്റ്റുഡൻസിൽ ഒരാളാണ് കാവ്യ. അന്ന് നമ്മുടെ എസ്സേ റൈറ്റിംഗ് പ്രോഗ്രാമിൻ്റെ പാർട്ടായി, പിന്നീട് നമ്മുടെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് മെയിൻസ് മെൻറ്റർഷിപ്പിലും പാർട്ടായി, ഇൻ്റർവ്യൂ ഗൈഡൻസിന് ശേഷം ഇപ്പോൾ റിസൾട്ട് വരുന്ന 2 ദിവസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. സോ കാവ്യ, റിസൾട്ട് വന്ന ഒരു സമയത്ത് ലൈക്ക് വാട്ട് വാസ് യുവർ, എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു ആ ഒരു ഇമോഷൻ? നമ്മൾ റിയലൈസ് ചെയ്യണോ നമ്മുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്? അത് വന്നപ്പോൾ എന്തായിരുന്നു ആ ഒരു മൂമെൻറ്റിലേക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? 2-ാം തീയതി തൊട്ട് ഇങ്ങനെ ഇപ്പോൾ വരും അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു. പക്ഷേ വന്ന ദിവസം എനിക്ക് കുറച്ച് വയ്യായ്കയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് വന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ അന്നത്തെ ആ ഒരു പ്രഷർ മൊമെൻറ്റ് ഞാൻ അറിഞ്ഞതേ ഇല്ല. കാരണം വേദനയുടെ ഇടയിൽ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ റിസൾട്ട് വന്നൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്, കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട്. അപ്പോൾ ആ പ്രഷർ ഞാൻ അന്ന് അറിഞ്ഞില്ല. പിന്നെ അതുപോലെ ഫ്രണ്ട്സ് വന്നിട്ട് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ഒരു പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ആ മൊമെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഹാപ്പിയാണ്. അതിനേക്കാളും കൂടുതൽ എനിക്ക് കുറേ ആൾക്കാരുടെ ഫേസ് അപ്പോൾ ഓർമ്മ വന്നു. അത്രയും ഗ്രാറ്റിറ്റ്യൂഡുണ്ട് എനിക്ക് ഒത്തിരി ആൾക്കാരോട് സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ അതൊരു മിക്സഡ് ഫീലിംഗ് ആണ് തോന്നിയത്. ഒരു ആസ്പിറൻ്റായി ഉറങ്ങി എണീറ്റപ്പോൾ റാങ്ക് ഹോൾഡറായി മാറിയല്ലേ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ കാവ്യയുടെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ ലൈക്ക് പഠിച്ചതും അതേപോലെയൊക്കെ ലൈക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയായിരുന്നു അതോ ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെയായിരുന്നു? സ്കൂളിലെ മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ സ്കൂളിൽ പഠിക്കും ഞാൻ. ഇപ്പോൾ 10th-ലാണെങ്കിലും +2-ലാണെങ്കിലും മാർക്കുണ്ട്. ഫുൾ A1 92% +2-ൽ. പക്ഷേ അങ്ങനെ സ്റ്റുഡിയസ് അല്ല ഞാൻ. അതെൻ്റെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ടീച്ചേഴ്സ് എപ്പോഴും പറയും. ഇപ്പം 1 മാസം കൊണ്ടൊക്കെയാണ് പഠിച്ചെടുക്കുന്നത്. അത്രയും ഉഴപ്പാണ്. ബാക്കി ടൈം ഫുൾ സിനിമ കാണും, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ, 10th-ൽ ഒരു ക്ലാസ് ടീച്ചറുണ്ട്, ശോഭ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെ കിട്ടാനും ചാൻസ് ഉണ്ട്, പോകാനും ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം അത് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു. അത് പക്ഷേ ഞാൻ ആ ഒരു പ്രശ്നം സിവിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആവർത്തിച്ചിട്ടില്ല. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാവ്യ ഒരു ആയുർവേദ ഡോക്ടർ കൂടെയാണ്. അപ്പോൾ BAMS ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴേ മനസ്സിലുണ്ടായിരുന്നോ ലൈക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം സിവിൽ സർവീസ് ട്രൈ ചെയ്യണം, അതോ അതിന് ശേഷമാണോ ആ ഒരു തോട്ട് വന്നത്? എനിക്കങ്ങനെ ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഞങ്ങൾ ഒരു നാട്ടിൻ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് എഴുതണം എന്നറിയാം. അങ്ങനെ എൻട്രൻസ് എഴുതി, ആയുർവേദം കിട്ടി, അങ്ങനെ BAMS എടുത്തു. പക്ഷേ കോളേജിൽ എത്തിയതിന് ശേഷം എനിക്ക് കുറച്ച് സ്പാർക്ക് കിട്ടി. കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോൾ സിവിൽ സർവീസ് ആ ഒരു രീതിയിൽ ആദ്യം ഇങ്ങനെ UPSC ബാലികേറമലയാണ്, പറ്റത്തില്ല, അങ്ങനെ ഒരു ഇത് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ഒരു സർവീസിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോൾ ഒന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നി. കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു പ്രിപ്പറേഷൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും, നമ്മളെ ഒത്തിരി മാറ്റും എന്ന് ഒരു കാര്യം മനസ്സിലായപ്പോൾ എന്തായാലും കൊടുക്കണം എന്നൊരു ഫസ്റ്റ് ഇയർ തൊട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് തുടങ്ങി. ഇപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് പല ടോപ്പേഴ്സിനൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഇന്നൊരു മൊമെൻറ്റിലാണ് എനിക്കത് റിയലൈസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ പോലെ ഒരു ടൈം പീരീഡിലാണ് തോന്നിയത്. അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടോ ബേസിക്കലി സിവിൽ സർവീസിന് ഇറങ്ങാനായിട്ട്? ചെറിയൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഇതുപോലെ ഫസ്റ്റ് ഇയർ കയറിയ സമയത്ത് എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇതുപോലെ നമുക്ക് UPSC ട്രൈ ചെയ്യണം, എന്തായാലും എൻട്രൻസ് എഴുതി കിട്ടിയില്ല, അപ്പോൾ നമുക്കിനി UPSC ആ ഒരു രീതിയിൽ ജസ്റ്റ് പറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു UPSC ഒന്നും നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ എനിക്കറിയത്തില്ല അതൊരു ഫെയ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടുത്ത ദിവസമാണ് ആ വർഷത്തെ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഫസ്റ്റ് ഇയർ ഡേ സ്കോളറായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രം സിറ്റി വരെ വരുമ്പോഴത്തേക്കും കുറേ ഹോർഡിങ്സും കുറേ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പം ഞാൻ കാണുന്നത്, പത്രത്തിൽ വായിക്കുന്നത് എല്ലാം സിവിൽ സർവീസ് ആ ഒരു രീതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്നിലേക്ക് വന്നൊരാഗ്രഹം. ഇപ്പോൾ എൻട്രൻസിന് പോയതാണെങ്കിലും ആ ടൈമിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് പോയി എന്ന് എനിക്കിപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഇത് എന്നിലേക്ക് വന്ന ഞാനായിട്ട് തേടി കണ്ടുപിടിച്ചൊരാഗ്രഹമാണ്. അല്ല, നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് മനസ്സിൽ തോന്നിക്കഴിയുമ്പോഴാണല്ലോ നമ്മൾ അതിനുവേണ്ടി 100% വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ആക്ച്വലി പ്രിലിംസ് നമുക്ക് മിസ്സാവുന്ന സമയത്ത് ലൈക്ക് നമുക്കറിയാം നമ്മൾ ഒരു വർഷത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ആ ദിവസം കഴിയുമ്പോൾ ഏകദേശം പ്രിലിംസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും കയറുമോ കയറില്ല എന്നുള്ളത്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഇമോഷണലി നമ്മൾ ഇത്തിരി ഡൗൺ ആവുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്തൊരു ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? ആ ഫെയിലിയറിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാൻ ഫെയിലിയറിനെ അത്ര നന്നായിട്ടല്ല ഹാൻഡിൽ ചെയ്തത്. കാരണം ഇപ്പോൾ കുറച്ച് ഉഴപ്പ് ടെൻഡൻസി ഉള്ള ഒരാൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിന്നെ ഞങ്ങൾ ഇത്രയും കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് അറിയാം നീ സിൻസിയറായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു രീതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലാസ് എന്തെങ്കിലും ഒരു ക്ലാസ് കാണും, അന്ന് എന്നെ പഠിക്കുക ആ രീതിയിൽ പത്രം വായിച്ച് പോകും. അങ്ങനെ പോയിട്ട് അത്രയും മൂക്കിനാണെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ഇട്ടു. പക്ഷേ ആ ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്നില്ല. ഞാൻ കയറും എന്ന് വിചാരിച്ചു, മെയിൻസിന് വേണ്ടി ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ടും ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഇല്ലയെന്നായപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഷാറ്റേഡായി. കാരണം ഒരു വർഷം മൊത്തം ഈ ഒരു എക്സാമായിട്ട് ഞാൻ ചുരുങ്ങിപ്പോയി. ഫ്രണ്ട് സർക്കിൾ കുറച്ചു, എൻ്റെ നമ്പർ പോലും ഞാൻ മാറ്റി, അങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങി ഞാൻ. അതുപോലെ കുറേ അല്ലാത്ത ഹാർഡ്ഷിപ്പും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അങ്ങനെ എനിക്ക് തന്നെ മനസ്സിലായി കുറച്ച് ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ക്ലിനിക്കൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തു. ഞാൻ മെഡിക്കേഷനിലായിരുന്നു. പക്ഷെ അതൊരു വലിയ ഒരു ഫേസ് തന്നെയായിരുന്നു. കാരണം ഞാൻ ആ ടൈമിൽ എനിക്കറിയാം വെറുതെ സമയം കളയാനില്ല, പഠിക്കണം. ഞാനിപ്പോൾ റീഡിംഗ് റൂമിൽ പോകുമായിരുന്നു, ബുക്കിൻ്റെ മുന്നിൽ ഇരിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് ഒരു അക്ഷരം വായിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ടോപ്പേഴ്സ് നോട്ട് എടുക്കും. സാധാരണ നമ്മൾ അത് തന്നെയാണ് പഠിക്കാറ്. ഞാൻ അത് തന്നെ വെറുതെ ഇരുന്ന് എഴുതുമായിരുന്നു. എന്തെങ്കിലും എനിക്ക് ചെയ്യണം, എനിക്ക് ഈ സർക്കിളിൽ തന്നെ നിൽക്കണം, പക്ഷേ പഠിക്കാനോ തലയിലൊന്നും കയറത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തായിരുന്നു. പക്ഷേ അവിടെയും എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരെന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അനിയൻ, അവനാണ് എന്നെ നമ്മൾ ബേബി സിറ്റ് ചെയ്യുക എന്ന് പറയുക, അതിപ്പോൾ വലിയ ആൾക്കാരെ വേർഡ് എനിക്കറിയില്ല, അതുപോലെ എൻ്റെ കൂടെ അവനുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇപ്പം നമുക്ക് പറ്റും ആ ഒരു രീതിയിൽ. എപ്പോഴും ഈ സക്സസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അവർ ആ ഒരു ലക്ഷ്യത്തിനോട് എപ്പോഴും ക്ലോസ്ലി പാക്ഡ് ആയിട്ടായിരിക്കും. അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ ലൈക്ക് അതിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും പെരുമാറുക. അപ്പോൾ കാവ്യം ചെയ്തത് ബേസിക്കലി അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫെയിലിയർ സംഭവിച്ചെങ്കിലും സെക്കൻഡ് റൗണ്ടിലേക്ക് നമുക്കത് സ്ട്രോങ് ആയിട്ട് വരുത്താനായിട്ട് എന്തായാലും പറ്റി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. കാവ്യ ആദ്യം പറഞ്ഞിരുന്നു റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് പേര് ഗ്രേറ്റ്ഫുൾ ആണ്. സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു ജേർണിക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം സിവിൽ സർവീസിന് ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഫാമിലി എത്രത്തോളം ഇതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ട്? ഫാമിലി കാരണമാണ് ഞാൻ ഇവിടെ ഇപ്പം ഉള്ളതും. അവർക്ക് ഇതിനെപ്പറ്റി വലിയ, ഇപ്പം ഞാൻ ഏതൊരു കരിയർ ഓപ്പർച്യൂണിറ്റീനെ പറ്റി പറഞ്ഞാൽ അത് അവർക്ക് അറിയില്ല അതിനെപ്പറ്റി. അച്ഛനും അമ്മയാണെങ്കിലും അവർ ഇപ്പോൾ വർക്കിംഗ് അല്ല, അച്ഛൻ ചുമട്ടുതൊഴിലാളിയായിരുന്നു, അമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. പക്ഷേ ഞങ്ങളിൽ ഭയങ്കര ട്രസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ എൻട്രൻസ് ഒരിക്കൽ ഞാൻ കടന്നു പോയതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയാം. ഒരു വർഷം പഠിച്ച ഏതെങ്കിലും ഒരു കാര്യം കിട്ടുന്ന ഒരു രീതിയാണെന്നായിരിക്കും വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി, കിട്ടാതിരിക്കാം, ഒത്തിരി വർഷങ്ങളെടുക്കും ചിലപ്പോൾ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴും അവർക്ക് അറിയാം ഇത് ഒത്തിരി നമുക്ക് ചിലവൊക്കെ വരും, കാരണം പിടിച്ച് നിൽക്കണം, നമുക്ക് ഹോസ്റ്റൽ ഫീസ് എല്ലാം അതിൽ ഉൾപ്പെടും. പക്ഷേ ഫുൾ സപ്പോർട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കും. എനിക്ക് മോക്കെന്ന് നമ്മൾ പറയുമ്പോൾ മോക്ക് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഇതുവരെ ഞാൻ എഴുതിയൊരു എക്സാമിൻ്റെ മാർക്കോ ഞാൻ നന്നായിട്ട് ചെയ്യുന്നോ അതൊന്നും ചോദിക്കാറില്ല. വിളിക്കും, ഫുഡ് കഴിച്ചോ, നേരത്തെ ഉറങ്ങണം, വെറുതെ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കരുത്. അതല്ലാതെ അവർക്കറിയാം ബാക്കി ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ അനിയൻ എൻ്റെ ഒപ്പം ഉണ്ട്, അതും അവർക്കൊരു ധൈര്യമാണ്. അപ്പോൾ അത്രയും സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ റിസൾട്ട് വരുന്നതിന് 2-3 ദിവസം വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, നിനക്കിപ്പം ആരെ പേടിക്കണം, നീ ഇത്രയും വന്നതാ, ഒന്നും ഇല്ലായ്മയെന്ന് ഇത്രയും വന്നെങ്കിൽ നീ പിന്നെ ആരെ പേടിക്കണം, കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും എഴുതുക, അല്ലെങ്കിൽ പിന്നെ നോക്കാം. അത്രയും സപ്പോർട്ടാണ് വീട്ടുകാർ. ഫാമിലി കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. പ്രത്യേകിച്ചും കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ സ്കൂളിലെയും കുറച്ച് ഫ്രണ്ട്സ് ഭയങ്കര ക്ലോസാണ്. ഇതിൽ ഒരാളുടെ പേര് എനിക്ക് എടുത്തു പറയണം, ഹരിത. ആളെ എന്നെ നോക്കിയത് ഓക്കെ ഞാനൊരു ഫ്രണ്ട് എന്ന രീതിയിൽ, പക്ഷെ എൻ്റെ അനിയനെ അതുപോലെ നോക്കിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല അത്രയും, കാരണം പറയുന്നത് വെച്ചാൽ ഇത്ര സിൻസിയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യണം. അതുപോലെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഹരിതയെ പോലെ തന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സാണ്. പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി നല്ല മനുഷ്യർ ഈ ഒരു 3 വർഷത്തെ ജേർണിയിൽ എൻ്റെ വന്നിട്ടുണ്ട്. ഈവൻ ഇവിടെയാണെങ്കിൽ പോലും ഞാൻ ഒരു എസ്സേൻ്റെ ഒരു ബ്രോഷർ കണ്ടിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാസി സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും സാർ ഇങ്ങോട്ട് പറയുവാണ് നമുക്ക് സെറ്റാക്കാം. ആ ഒരു കോൺഫിഡൻസ് തരുമ്പം റാൻഡമായിട്ട് വന്ന ഒരാളിൽ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്കും അതൊരു ബൂസ്റ്റാണ്. നമ്മൾ എന്തോ കണ്ടിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആവുന്നത്. അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
കാവ്യ പറഞ്ഞിരുന്നു ഇമോഷണലി കുറച്ച് ലൈക്ക് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫെയിലിയർ വന്ന സമയത്ത് എന്നൊക്കെ. അത് കോമൺലി ഒരുപാട് ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മുടെ മെൻറ്റർഷിപ്പിലൊക്കെ വരുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കുട്ടികളായാലും അങ്ങനെ പല ആൾക്കാരും ഇപ്പോൾ ആ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫെയിലിയേഴ്സ് വരുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ലൈക്ക് ഒരുപാട് ആസ്പിറൻസ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളപ്പോൾ അവർക്കൊരു മെസ്സേജ് ആസ് വൺ ഹു ഹാവ് ബീൻ ത്രൂ ദിസ് ഇത് ഓവർകം ചെയ്ത ഒരാളെന്ന രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെങ്കിൽ എന്ത് പറയും? എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കിതിനെ പറ്റി ഇതിൻ്റെ സയൻസിനെ പറ്റി ഒരു ധാരണ ഉള്ളത് കൊണ്ട് എനിക്ക് നേരത്തെ കണ്ടുപിടിക്കുക, എനിക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റി. അത് പക്ഷേ എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. അപ്പം നമുക്കൊരു അബ്നോർമലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ പോകുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിപ്പോൾ ആരായാലും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരു എന്തെങ്കിലും ഒരു റോങ് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മളൊരു തെറാപ്പി എടുക്കുക. അതൊരു മോശമല്ല. തെറാപ്പി നമുക്ക് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഞാൻ തെറാപ്പിക്ക് പോയ സമയത്താണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. ഞാൻ ആദ്യം പെട്ടെന്ന് വിചാരിച്ചത് എക്സാം പോയതാണ് എന്നെ ബാധിച്ചത് എന്ന ഒരു തെറ്റായ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഡോക്ടറുമായിട്ട് പല സെഷനിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഞാൻ എക്സാമിനോടുള്ള ഒരു ആഗ്രഹത്തിലുപരി എക്സാമിനെ ഞാനൊരു വാൽവായിട്ട് കണ്ടു. എൻ്റെ അത്രയും കാലത്തെ കുഞ്ഞിലേ തൊട്ടുള്ള പ്രശ്നങ്ങൾക്ക് എൻ്റെ ആഗ്രഹത്തിലൂടെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത് നടന്നില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ തകർന്നെന്ന് പുള്ളി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തെറാപ്പി എടുത്താൽ നമ്മുടെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ അതും പേറി എക്സാമിൻ്റെ ബേർഡനും കൂടെ കൊണ്ടുവേണ്ടി വരും. ആ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ഒതുക്കി വെച്ചാൽ എക്സാം മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം നമ്മളങ്ങനെ ഒരു രണ്ടാമത് ഇമോഷണലി സ്ട്രോങ് ആയി വന്നു. അത് മാത്രം പോരല്ലോ, നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലും പ്രിപ്പറേഷനിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴാണല്ലോ ആദ്യത്തെ പ്രാവശ്യം പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവിടെ തോൽവികാരമായ കാര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചേഞ്ചാണ് ഈ 2025 അറ്റംപ്റ്റിൽ വന്നപ്പോൾ വരുത്തിയത്? സർ, സെക്കൻഡ് അറ്റംപ്റ്റ് സത്യം പറഞ്ഞൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇപ്പോൾ പ്രിലിംസിൻ്റെ മാത്രം കേസ് നോക്കിയപ്പോൾ ഞാൻ മെയിൻസ് പ്രിപ്പയർഡ് അല്ലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. പക്ഷേ പ്രിലിംസ് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടൻറ്റും ആ ഒരു ഇപ്പം മോക്കൊക്കെ എടുത്ത ഒരു പ്രാക്ടീസ് ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏകദേശം ഓക്കെ ആയിരുന്നുകൊണ്ട് സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്കൊരു റിവിഷൻ എന്ന രീതിയായിരുന്നു. പിന്നെ എനിക്ക് ആ ടൈമിൽ ഇപ്പോൾ പ്രത്യേകിച്ചും CSAT-ൻ്റെ PYQs ആണെങ്കിൽ കിട്ടാത്ത സാധനം ഞാൻ അന്നേ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പം എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ അതൊന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. അങ്ങനെ ഒരു 2 വർഷത്തെ ക്യുമുലേറ്റീവ് ആ ഒരു രീതിയിലാണ്. പിന്നെ ഞാനൊരു എക്സ്ട്രാ സാധനം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മോക്കിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നെങ്കിലും എനിക്ക് ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് പോവും, അങ്ങനെ ഒരു എന്താ ആൻറ്റി മാനിഫെസ്റ്റേഷൻ പോലെ എനിക്ക് അങ്ങനെ ഒരു രീതി എനിക്കുണ്ടായിരുന്നു. എൻ്റെ മെൻറ്റർ പോലും പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, എന്തിനാ ഇങ്ങനെ സെൽഫ് ഡൗട്ട്. പക്ഷെ എനിക്ക് അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പഠിച്ചു, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ പഠിച്ചു. അപ്പോൾ എൻ്റെ കൺട്രോളബിൾസ് ഞാൻ ചെയ്തു, എനിക്ക് കിട്ടാൻ അത്രയും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മൈൻഡിലാണ് പോയത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടാതാവാം, അത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഞാൻ ഗുഡാണ്, ആ ഒരു രീതിയിലാണ് ഞാൻ പോയത്. റൈസപ്പിൽ നമ്മൾ പറഞ്ഞ പോലെ എസ്എ മെൻറ്റർഷിപ്പ്, എസ്എ റൈറ്റിംഗ് പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എസ്എ റൈറ്റിംഗ് പ്രോഗ്രാമിൽ വന്നു, കാവ്യയുടെ എസ്സേസ് നമ്മൾ നോക്കിയിരുന്നു, നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത്. കാവ്യ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അതിനുശേഷം നമ്മൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലും ജോയിൻ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നിന്ന് ഈ ഒരു വർഷം ഈ റിസൾട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ റൈസപ്പ് എങ്ങനെയാണ് കാവ്യയുടെ സക്സസിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ? ഞാൻ എസ്സേയുടെ പ്രോഗ്രാമിൻ്റെ ബ്രോഷർ വളരെ റാൻഡമായിട്ട് കണ്ടതാണ്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. കാരണം എസ്സേ ഞാനങ്ങനെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എസ്സേ നമുക്ക് എഴുതി, പിന്നെ ലാംഗ്വേജും കുറച്ച് അത്ര നല്ലതല്ല എൻ്റെ. അപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. അപ്പം ഞാൻ 1-2 എസ്സേ ആദ്യം എഴുതിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പേപ്പറൊക്കെ കവർ ചെയ്യുന്നുണ്ട്, പല ഡൈമെൻഷൻ നമ്മൾ പറയുമല്ലോ എസ്സേ പല ഡൈമെൻഷനിൽ എഴുതും. ഞാൻ നോക്കുമ്പം ഞാൻ വായിക്കുമ്പോൾ അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്, കുറേ എക്സാമ്പിൾ ആ ഒരു രീതി. പക്ഷേ എനിക്ക് ആ ഒരു ഇൻസൈറ്റ് എന്തുകൊണ്ടാണ്, പക്ഷെ മാർക്ക് വരുമ്പോഴത്തേക്കൊരു 38-40 അത്രേ ഉള്ളൂ മാക്സിമം. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ എസ്സേ ഇവിടുത്തെ മെൻറ്റേഴ്സിനെ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു GS പേപ്പർ വലിച്ചു നീട്ടി എഴുതി. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ എൻ്റെ പേപ്പറിലുള്ളൂ, ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരുന്നില്ല. അത് ഭയങ്കര ഒരു ഐ ഓപ്പണറായിരുന്നു. എനിക്ക് ആദ്യം കുറേ ഇതുപോലെ സജഷൻസ് എനിക്ക് കിട്ടി. പക്ഷേ എന്താ ആർഗ്യുമെൻറ്റ്, എങ്ങനെ ആർഗ്യുമെൻറ്റ് കൊണ്ടുവരേണ്ടേ, ആർഗ്യുമെൻറ്റ് എന്താണെന്ന് എനിക്ക് ഇവിടെ നിന്നാണ് മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തെസിസ് ആൻറ്റി തെസ്, അതും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷനും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. അതെനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് സാറ് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അടുത്തൊരു എസ്സേക്ക് അത് മനസ്സിൽ വെച്ച് ചെയ്തു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഈ രീതിയിൽ പിടിച്ചാൽ മതി. പിന്നെ ഞാൻ എത്രയൊക്കെ എസ്സേ എഴുതിയിട്ടുണ്ടോ അതിലൊക്കെ ആ ഒരു രീതിക്കാണ് പോയത്.
അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നെക്സ്റ്റയ്ക്ക് ശേഷം നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പിൽ ഒരു പാർട്ടായി കാവ്യ. അപ്പോൾ പേഴ്സണൽ മെന്റർഷിപ്പ് മെയിൻസിന്റെ സമയത്തൊക്കെ കാവ്യക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? പ്രത്യേകിച്ചും എത്തിക്സിൻ്റെ പേപ്പറൊക്കെ നോക്കിത്തരും. എനിക്ക് എത്തിക്സ് അത്ര കോൺഫിഡൻ്റ് അല്ല. ആദ്യമൊക്കെ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പേപ്പേഴ്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ച് സജഷൻസ് കിട്ടി. കുറച്ച് സിമ്പിളായിട്ട് എഴുതുക, ഇത്രയും പരത്തി എഴുതേണ്ട, ആ ഒരു രീതിയിൽ സജഷൻസ് കിട്ടി. അപ്പം ഞാൻ അതും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മെയിൻസിൻ്റെ സമയത്ത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് കാവ്യ കാണുമ്പോൾ കാവ്യ മുഖത്തി വാടിയിരിക്കുകയായിരുന്നു, അത്തോളം ഹാപ്പി അല്ലായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് കാവ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം എത്തുകയും ചെയ്തു. അപ്പോൾ ആ ഇന്റർവ്യൂ ഡേയിൽ എന്തെങ്കിലും ഓർത്ത് പറയാനുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുമോ? ഇൻ്റർവ്യൂ ഇതുപോലെ എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം മെയിൻസും ടഫാണ്, പ്രിലിംസും ടഫാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത്, ഏറ്റവും വർക്ക് ഇട്ടത് ഇൻ്റർവ്യൂവിനാണ്. കാരണം എനിക്ക് സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. എൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ, ഇപ്പോൾ ബാസിസാറിന് അറിയാം, എന്നോട് അത്രയും 1-on-1 ഇരുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഇംഗ്ലീഷ് സെറ്റാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ. അപ്പോൾ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ട് കോൺഫിഡൻസ് ഒക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർക്ക് കണ്ടൻറ്റ് മാത്രം മതിയായിരുന്നു, കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷനും കയ്യിലുണ്ട്. എനിക്കിത് മൂന്നും കൊണ്ടുവരണം. അപ്പം ഞാൻ ഫുൾ കോൺഫിഡൻസിലാണ് പോയത്. ഇപ്പം മുന്നേ പോയവരും പറഞ്ഞിട്ടുണ്ട് കോടിയലായിരിക്കും, മോക്ക് പോലെയല്ല അങ്ങനെ. പക്ഷേ എൻ്റെ അനുഭവം, ഞാൻ ആരെയും പേടിപ്പിക്കുന്നതല്ല, പക്ഷെ നമ്മളെല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം ആ ഒരു രീതിയിൽ. എനിക്ക് മോക്കിനെക്കാളും ഭയങ്കര വേസ്റ്റ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ 5ാമത് കയറിയ ആളാണ്. ആ ടൈമിൽ തന്നെ ഒരു 12-20 ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ 1 മണിക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 15 to 18 മിനിറ്റ്സ് ഹാർഡ്ലി കിട്ടിയിട്ടുണ്ട്. അതിലും ചെയർമാൻ അവിടെ ഇരുന്നിട്ടില്ല. പിന്നെ എനിക്ക് സ്പോർട്സുമായിട്ടൊരു ബന്ധമില്ല. ആളെന്നോട് F1 റേസ്, മൈക്കിൾ ഷൂമേക്കർ, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. അപ്പം ചെയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, അതിനെനിക്ക് റിഗ്രറ്റ് ഇല്ല, ഞാൻ ഐ ഡോണ്ട് നോ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ പിന്നെ ചെയർ ഇല്ലായിരുന്നു. 5th മെമ്പർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് വരുന്നത്. അപ്പം എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു, എങ്ങനെ മാർക്കിടും, കാരണം പേഴ്സണാലിറ്റി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് അറിയില്ല ഇപ്പോൾ ഇൻ്റർവ്യൂവിന് എത്ര മാർക്കാണെന്ന് അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ 749 റാങ്ക് കിട്ടി. കാവ്യ കഴിഞ്ഞ വർഷം 2024 അത് അറ്റംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരു കാവ്യ ഉണ്ടല്ലോ. അപ്പോൾ അന്നത്തെ കാവ്യയോട് ഇന്ന് സക്സസ്ഫുൾ ആയിരിക്കുന്ന കാവ്യക്ക് മെസ്സേജ് പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഈ കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ തുടങ്ങിയ സമയത്ത് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് എപ്പോഴായാലും ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അത്രയും എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആൾക്കാർ നിനക്ക് പറ്റും, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, ആ ഒരു രീതിയിൽ വരുമ്പം ആ ഒരു സപ്പോർട്ടിൽ നിന്ന് എനിക്കും ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമായിരിക്കും. പ്രിലിംസിനാണെങ്കിലും ചിലപ്പോൾ എനിക്ക് ബോർഡറിൽ പോവും, ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത തോട്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാവ്യയോട് ഞാൻ പറയും, ഇല്ല പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വിചാരിക്കുക. ഇപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് റാങ്കെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ അത്രയും എന്നെ ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് ഒട്ടും പറ്റത്തില്ല, ലാസ്റ്റ് മെമ്പർ, ആ ഒരു രീതിയിൽ വിചാരിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ പറയും, ഇല്ല, നല്ല റാങ്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു ഇതായിട്ടുണ്ട്, ഇനി വർക്ക് ചെയ്താൽ പറ്റുമായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ആ ആൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് എന്നൊരു ഫാക്ടർ നമ്മളിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാവ്യ ഇപ്പോൾ ഒരു സിവിൽ സർവൻ്റ് അവൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു, സക്സസ്ഫുള്ളായി, അവർ യു റീച്ച് ദെയർ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈക്ക് വൺസ് യു ആർ ദെയർ, അവിടെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ശരിക്കും ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടത് ഇങ്ങനത്തെ ചില സംഭവങ്ങളാണ്, ഇങ്ങനത്തെ ചില ഫാക്ടേഴ്സാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കാവ്യ സംബന്ധിച്ചോളം എന്താണ്, അതായത് ഒരു സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനുപരി ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് കാവ്യ സംബന്ധിച്ചോളം എന്താ? എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യണ അങ്ങനെയാണെങ്കിലും ഒരു സക്സസ് എന്ന രീതിയിൽ നോക്കുവാണെങ്കിലും ഒറ്റയ്ക്ക് പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒറ്റയ്ക്ക് ഞാൻ കുറച്ച് നാളെ ഒരു ഒളിവ് ജീവിതമൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി അത് പറ്റത്തില്ല. നമുക്ക് മനുഷ്യരാണ്, ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും റിലയബിൾ ആയിട്ടുള്ള, ഞാൻ എടുത്തു പറയുന്നുണ്ട്, റിലയബിൾ ആയിട്ടുള്ള ഒരു ക്രൗഡ് നമ്മുടെ കൂടെ വേണം. അത് വളരെ മിനിമൽ ആവണം. പക്ഷെ എന്നാൽ മാത്രമേ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു സപ്പോർട്ടിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് സക്സസ് പറ്റുള്ളൂ. പിന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സുമായിട്ടും ആ ഒരു ബോണ്ട് വളരെ ചെറുതാക്കി നിർത്തുക, വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നിർത്തുക. അങ്ങനെ നമുക്ക് സക്സസ് നേടാം എന്നാണ്. ഇപ്പോൾ കാവ്യയെ പോലെ ഇനിയും ഇതേപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ പ്രിപ്പറേഷൻ വേണ്ടി ഇറങ്ങുന്നുണ്ടാവും, ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കാവ്യയ്ക്ക് ആസ് എ ടോപ്പർ പറയാനുള്ളത് എന്താ?
എപ്പോഴും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഒത്തിരി കാര്യങ്ങളുടെ പുറകെ പോവാതിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷനിലാണെങ്കിൽ എൻ്റെ കണ്ടൻറ്റൊക്കെ മിനിമമാണ്, എൻ്റെ സോഴ്സസും മിനിമമാണ്, പക്ഷേ റിവിഷൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ടെസ്റ്റ് സീരീസിനാണ്, ആ ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റിലീജിയസ്ലി ഇപ്പോൾ നമ്മൾ ഏതൊരു ടെസ്റ്റ് സീരീസിനോ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിലോ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ പോലും നമ്മൾ ഇടുന്ന ആ ഒരു ടൈം ടേബിളിനെ നമ്മൾ റിലീജിയസ്ലി ഫോളോ ചെയ്യുക, അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒത്തിരി വലിയ ടാസ്ക് നമ്മൾ കൊടുക്കാതിരിക്കുക, ചെറുതാണെങ്കിലും അത് റിലീജിയസ്ലി ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. ചെറിയ നമ്മുടെ സക്സസ്സിൽ ചെറിയ ടാസ്ക് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ സെൽഫ് റിവാർഡ് ചെയ്യുക, ആ ഒരു രീതിയിൽ പോയാൽ മതി. റൈസപ്പിനെ സംബന്ധിച്ചിടത്തോളം കാവ്യ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ആദ്യം വന്ന കുട്ടികളിൽ തന്നെ റിസൾട്ടിലെത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ റൈസപ്പിനോട് കാവ്യക്ക് എന്താ പറയാനുള്ളത്? ഇനിയും കുറച്ചും കൂടെ ഡൈവേഴ്സായിട്ട് പ്രോഗ്രാം കൊണ്ടുവരും. ഇപ്പോൾ ചെറിയ രീതിയിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇനിയും പുതിയ പ്രോഗ്രാംസുമായിട്ട് വരിക. ഇപ്പം എസ്സേയും പ്രിലിംസ് ടെസ്റ്റ് സീരീസും മെൻറ്റർഷിപ്പ് ഓൺഗോയിങ് ആണ്. പക്ഷെ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒരു PCM ലെവലിലൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇനി ഭാവിയിലേക്കുള്ള പുതിയ പ്രോഗ്രാംസിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ കാവ്യ അങ്ങനെ 749 റാങ്ക് നേടി. ഇനിയും കാവ്യയ്ക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് സക്സസ് നേടാൻ പറ്റട്ടെ, കരിയറിലായാലും ലൈഫിലായാലും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. സോ കാവ്യ, താങ്ക് യു വെരി മച്ച്, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.